ഇനി ബോർഡിനെതിരെ പരാമർശമുണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2019 ഇത്തരം അട്ടിമറികൾ ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം ബോർഡിന് ഏറ്റെടുക്കേണ്ടി വരും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനത്തിന് ഇതുവരെയുള്ള സംഭവവികാസങ്ങളിൽ സാധ്യതയുണ്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് ഇപ്പൊ എന്താ? ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? കോടതിയിൽ സംഭവിച്ചത് പൂർണ്ണമായും സമഗ്രമായും വായിച്ചു നോക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇനിയും ഇത്തരത്തിലൊന്ന് കേരളത്തിന്റെ ഒരു ആരാധനാലയങ്ങളിൽ സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ സുശക്തമായ താക്കീത് നൽകുന്ന ഒരു അനുഭവമായി ഇത് മാറ്റി തീർക്കുകയും ചെയ്യും. അതാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ സമീപനം. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കാം. ജയിക്ക്, ഞാൻ വളരെ ചെറിയൊരു കാര്യം ഡയറക്റ്റ് ചോദിക്കുകയാണ്. സംശയം എന്നും നല്ലതാണ്. അങ്ങ് പറയുന്ന ഈ സംഘടിത തസ്കര സംഘത്തിന് ശബരിമലയിൽ കയറി വിളയാടാൻ കഴിഞ്ഞ സാഹചര്യം, ശബരിമലയിൽ അനധികൃതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യം 2019 ഉണ്ടായതിന്റെ ഒരു ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഇല്ല എന്നുള്ളതാണോ ഇടതുപക്ഷം കാണുന്നത്? മോനെ സാറി ഉത്തരം കൊടുക്ക്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കൊരു 2-3 കാര്യങ്ങളിൽ അതിൽ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ജയിക്ക് ആ കോടതി വിധി ശരിയായവണ്ണം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഗോൾഡ് ക്ലാഡഡ് ഡോർ അത് മെയിന്റനൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്ത ലെറ്ററിൽ കോപ്പർ പ്ലേറ്റ് എന്നാക്കി എന്നുള്ളതിലാണ് എന്ന് ഇന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. ആരാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ? ആ ദേവസ്വം കമ്മീഷണറുടെ പേര് ജയിക്കിന്റെ പാർട്ടിയുടെ നേതാവായ N. വാസു എന്നാണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഈ N. വാസു തന്നെയാണ് പിന്നീട് പത്മകുമാർ മാറിയപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറി CPM നേതാവായി അവിടെ ഭരിച്ചത് എന്ന് പറയുമ്പോൾ CPM-നും ദേവസ്വം ബോർഡിനും അതിനുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ജെയ്ക് സി തോമസ് പറയണം. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ജയിക്ക് ഏതോ INTUC നേതാവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഒന്ന്, ജയിക്ക് AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂള് എടുത്ത് ഇവിടെ പരാമർശിക്കുമ്പോ ചുരുങ്ങിയ ലെവലിൽ അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരിയുമൊക്കെയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല്, ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ, ഏതു സംഘടനയുടെ നേതാവാണ്? അതിനൊത്താശ ചെയ്ത ജയശ്രീ, ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി, ഏതു സംഘടനയുടെ നേതാവാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പ്രസിഡന്റ് അല്ല, ഇതെന്താ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയണം? അറിയില്ലെങ്കിൽ വെറുതെ വലിയ വായിൽ ഡയലോഗ് ഇറക്കരുത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.